ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ് ലോജിക്കൽ റീസണിങ്ങിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മാത്സ് ഡിസ്കസ് ചെയ്തു, കോംപ്രഹെൻഷന്റെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ലോജിക്കൽ റീസണിങ്ങിലേക്ക് പോവാണ്. ലോജിക്കൽ റീസണിങ് പഠിക്കാനെടുക്കുമ്പോൾ കുട്ടികൾ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ലോജിക്കും കണക്ട് ആവാത്ത, കമ്പാരറ്റീവ്ലി കുറച്ച് ടഫ്നെസ് ഫീൽ ചെയ്യാറുള്ള ഒരു മൊഡ്യൂൾ ആണെന്നുള്ളത്. പക്ഷെ നമ്മൾ വൺസ് അതിന്റെ ഒരു മോഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിലെ തിയറംസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ 10 മൊഡ്യൂളുകളിലെ ഏറ്റവും ഈസി ഉള്ള ഒരു മൊഡ്യൂൾ പേപ്പർ എന്ന് പറയുന്നത് ലോജിക്കൽ റീസണിങ് ആയിരിക്കും. കാരണം അതിൽ ചോദ്യങ്ങൾ വരുന്നതിന്റെ രീതി എപ്പോഴും ഒരേ മെത്തേഡാണ്. ഓക്കെ, കാരണം അതിൽ കൂടുതലൊന്നും ചോദിക്കാനില്ല. പണ്ടുണ്ടായിരുന്ന ആളുകൾ ഉണ്ടാക്കി വെച്ചു പോയ തിയറികളാണ്, മങ്സ് ഒക്കെ ചെയ്തു വെച്ചു പോയിട്ടുള്ള സാധനങ്ങളാണ്. അതിലപ്പുറത്തേക്ക് അല്ലെങ്കിൽ അരിസ്റ്റോട്ടിലോ ഒക്കെ ഉണ്ടാക്കി വെച്ച തിയറികളാണ്. അതിലപ്പുറത്തേക്ക് ഒരു സാധനവും അതിലേക്ക് പുതിയതായിട്ട് കൊണ്ടുവരാനില്ല. ഉള്ള സാധനത്തിന് മറിച്ചും തിരിച്ചും ചോദിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾക്ക് എപ്പോഴും ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്യാറുള്ള ഒരു 5 തവണത്തെ, 5 വർഷത്തെ എന്നല്ല കേട്ടോ, 5 തവണത്തെ, ഒരു വർഷം 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് വരിക. അങ്ങനെ ഒരു 5 തവണത്തെ ലോജിക്കൽ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്താൽ തന്നെ ലോജിക്കൽ റീസണിങ്ങിന്റെ 6ാമത്തെ തവണത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വളരെ ഈസി ആയിട്ട് 5 ചോദ്യങ്ങളും 5ൽ 5ഉം ശരിയാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ബാക്കിയുള്ള ടോപ്പിക്കൊക്കെ ഏതെങ്കിലുമൊക്കെ ഒന്ന് തെറ്റിപ്പോകും എന്നൊക്കെ നമുക്ക് പേടിയുണ്ടാവും. ലോജിക്കൽ റീസണിങ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയാൽ 5ൽ 5ഉം ശരിയാവും എന്ന് നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് എന്ത്, ലോജിക്കൽ റീസണിങ്. നമുക്ക് പതുക്കെ കടക്കാം. ആസ് യൂഷ്വൽ നമ്മുടെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെഷനുകളിലും നമ്മൾ ചെയ്യാറുള്ളത് പോലെ ചോദ്യം കാണിക്കും, നിങ്ങൾ ഉത്തരം പറയും. ചിലപ്പോൾ നിങ്ങൾ അറിയാത്തൊരു ടോപ്പിക് ആവാം, പക്ഷെ എന്നാലും നമുക്ക് അറിയുന്നതല്ലല്ലോ എപ്പോഴും എക്സാമിന് വരിക. അപ്പൊ അറിയാത്തൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യാറില്ലല്ലോ. അപ്പൊ ഒരു എക്സാമിന് ആ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ ഏത് ആൻസർ ആണ് പിക്ക് ചെയ്യുക എന്നുള്ളതൊന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്നും അറിയാത്തവർ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൃത്യമായിട്ട് അതിനെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ക്യാൻ വി സ്റ്റാർട്ട്? ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ സംസാരിക്കുന്നതിൽ. കഴിഞ്ഞ ലാസ്റ്റ് ടേമിലെ ഇംഗ്ലീഷിന്റെ പേപ്പറിൽ ചോദിച്ച ലോജിക്കൽ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകൾക്ക് ഒരേ വേവ് ലെങ്തിലാണ് ചോദ്യങ്ങൾ വരാറുള്ളത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഹ്യൂമാനിറ്റീസ് ടോപ്പിക്കുകളിലെ ചോദ്യങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മൂവിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, എ ക്വസ്റ്റ്യൻ ഫ്രം ഇന്ത്യൻ പ്രമാണ, ഇന്ത്യൻ ലോജിക്കൽ റീസണിങ്. ലിസ്റ്റ് 1ൽ കുറച്ച് ടേമുകൾ തന്നിട്ടുണ്ട്. ലിസ്റ്റ് 2ല് അതിന്റെ എന്താ പറയാ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിന്റെ ഇംഗ്ലീഷ് ടേം, ഡെഫിനിഷൻ എന്ന് മാത്രം പറയാൻ പറ്റില്ല, അതിന്റെ ഇംഗ്ലീഷ് ടേം കൂടെയാണ് തന്നിട്ടുണ്ട്. വി ഹാവ് ടു കണക്ട് കറക്റ്റ്ലി. ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാട്ടോ. മുമ്പന്റെ ക്ലാസ്സിൽ, നമ്മുടെ സിലബസ് ക്ലാസ്സിൽ ഇരുന്നവർ ഈ സെഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ തെറ്റിക്കാതെ പറയണം. കാരണം നമ്മൾ സിലബസ് പഠിക്കുന്ന സമയത്ത് വൃത്തിക്ക് പറഞ്ഞു വെച്ചൊരു സാധനമാണിത്. പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം കേട്ടോ. എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഇതിൽ ഏത് ഓപ്ഷൻ എടുക്കും? ഓപ്ഷൻ 4, ഓപ്ഷൻ ബി. ഓപ്ഷൻ 4ൽ എന്താ, A4, A3യിലേക്ക്, B4ലേക്ക്. ഓപ്ഷൻ ബിയിൽ എന്താ പറയുന്നത്, B2ലേക്ക്, B4ലേക്ക്, C, A, B, C ഒക്കെ പറയണ്ടേ. ഡി ആരെയും പറയുന്നുണ്ടോ? ഡി പറഞ്ഞില്ലേ. എ ആരെയും പറയുന്നുണ്ടോ? എ ആണ് പറയാത്ത. എ പറയണമെന്ന് ആർക്ക് എന്തോന്നുന്നുണ്ടോ? ഓക്കെ, നോക്കാം നമുക്ക്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. ഓപ്ഷൻ 2 പറഞ്ഞവർക്ക്, ഓപ്ഷൻ ബി പറഞ്ഞവർക്ക് മിഠായി ഉണ്ട്. ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. അറിയുന്നവരാണെങ്കിൽ വെരി ഗുഡ്, കൺഗ്രാചുലേഷൻസ്. അറിയാത്തവരാണെങ്കിൽ, കറക്കി കുത്തിയവരാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് കേൾക്കാട്ടോ. ഇത് ഇന്ത്യൻ പ്രമാണല്ല, നമ്മൾ 2 ലോജിക്കൽ റീസണിങ് എപ്പോഴും 2 ആയിട്ട് നമുക്ക് ഭാഗിക്കാം. ഒന്ന് വെസ്റ്റേൺ ലോജിക്കൽ റീസണിങ്ങും, പിന്നെ റീസെന്റ് ആയിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സിലബസിലേക്ക് എടുത്ത ഇന്ത്യൻ ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രമാണ എന്ന് പറയുന്ന 2ാമത്തെ ഒരു മൊഡ്യൂളും. അങ്ങനെ 2 മൊഡ്യൂളുകളാണ്. അതിൽ ഇന്ത്യൻ പ്രമാണയിലുള്ള കുറച്ച് ഫാലസികൾ ഉണ്ട്. കുറച്ച് ഫാലസികൾ എന്ന് പറയുമ്പോൾ 5 ഫാലസികളേ ഉള്ളൂ കേട്ടോ. ഇന്ത്യൻ പ്രമാണം വളരെ കുറച്ചേ ഉള്ളൂ. അതിൽ ആ ഫാലസികൾ പോലും 5 ഫാലസിയെ പഠിക്കാനുള്ളൂ. 5 ഫാലസികളിൽ 4 ഫാലസിയാണ് ചോദിച്ചത്. ആ ഫാലസി പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഫാലസിയുടെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും അതിന്റെ ഇംഗ്ലീഷ് ടേം നിങ്ങൾ പഠിക്കണം. ആ ഇംഗ്ലീഷ് ടേമിൽ അതിന്റെ ഡെഫിനിഷൻ പോലും ഉണ്ടെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. ഒരു പാൻ ഇരിക്കട്ടെ. ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. അതായത് ഏനെ നമ്മൾ അസിദ്ധയെ അൺപ്രൂവൺ മിഡിൽ ടേമിലേക്ക് കണക്ട് ചെയ്യാം. എങ്ങനെയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ബാധിതയെ BF4ഉമായിട്ട് കോൺട്രഡിക്ട്
കണക്റ്റഡ് മിഡിൽ ടേമിലേക്ക്, വിരുദ്ധയെ ഓക്കെ സീന 3യിലേക്ക് കോൺട്രറി മിഡിൽ ടേമിലേക്ക്, സവ്യാഭിചാരയെ ഇറലവന്റ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇറഗുലർ എന്നും കാണാം. ഓക്കെ, ഇറലവന്റ് മിഡിൽ ടേം അല്ലെങ്കിൽ ഇറഗുലർ മിഡിൽ ടേം എന്നും കാണാം. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രമാണയിലെ, ഇന്ത്യൻ ലോജിക്കൽ റീസണിങ്ങിലെ ഇന്ത്യൻ ഫാലസികളൊക്കെയും മിഡിൽ ടേം എന്താന്ന് പറയാട്ടോ, മിഡിൽ ടേമിനെ ബേസ് ചെയ്തിട്ടാണ് ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. മിഡിൽ ടേമിന്റെ പൊസിഷൻ നോക്കിയാണ് എന്ത് ചെയ്യപ്പെടുന്നത്, ഇന്ത്യൻ പ്രമാണയിലെ ഫാലസികളെ നമ്മൾ ഹിത്വഭാസ എന്നാണ് പറയാ. ഓക്കെ, ഹിത്വഭാസ എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ അത് ഇന്ത്യൻ ഫാലസിയാണ് ഉദ്ദേശിക്കുന്നത്, ഓർമ്മ വേണം. അതിനു മുമ്പേ ഞാൻ എന്താണ് മേജർ ടേം, എന്താണ് മിഡിൽ ടേം, എന്താണ് മൈനർ ടേം എന്നുള്ളത് ഒന്ന് റിവൈസ് ചെയ്തു തരാം. ആദ്യമായിരിക്കുന്നവർ ശ്രദ്ധിച്ചു കേൾക്കുക, മുമ്പിരുന്നവർ റിവിഷൻ ആയിട്ട് എടുക്കുക. ഓക്കെ, നമ്മൾ അനുമാനയുടെ സ്ട്രക്ചർ പറയുമ്പോൾ, അനുമാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ ലോജിക്കൽ റീസണിങ് പ്രകാരം അറിവുണ്ടാവുന്നത് ഏതൊക്കെ രീതിയിലാണെന്ന് ചോദിക്കുമ്പോൾ അതിന് കുറച്ച് മെത്തേഡുകൾ പറയുന്നുണ്ട്. അതിലൊരു മെത്തേഡാണ് അനുമാന പ്രമാണ. അനുമാനത്തെ പ്രമാണമാക്കി, നമ്മൾ അനുമാനിക്കുന്നതിനെ പ്രമാണമാക്കിയും ലോകത്തറിവുകൾ ഉണ്ടാവാറുണ്ട് എന്ന് പറയുന്ന സിസ്റ്റമാണ് അനുമാന പ്രമാണം. ഇന്ത്യൻ ലോജിക്കൽ റീസണിങ്ങിന്റെ തിയറികളാണ്. ആ അനുമാന പ്രമാണയുടെ ബേസിൽ നമുക്ക് 3 ടേമുകളെ പറയാം: മേജർ ടേം, മിഡിൽ ടേം, മൈനർ ടേം. മേജർ ടേമിനെ ഇന്ത്യൻ ലോജിക്കൽ റീസണിങ്ങിന്റെ ഭാഷയിൽ പറയുന്ന പേരാണ് സാധ്യ. മിഡിൽ ടേമിനെ ഇന്ത്യൻ ഭാഷയിൽ പറയുന്ന പേരാണ് ഹേതു, കാരണമായത്, ഹേതുവായത് എന്ന് പറയും. മൈനർ ടേമിനെ ഇന്ത്യൻ ഭാഷയിൽ പറയുന്നതാണ് പക്ഷ എന്ന് പറയും. ഇനി എന്താണ് ഇതൊക്കെ എന്നുള്ളത്. അപ്പോൾ അനുമാനയുടെ സ്ട്രക്ചർ ചോദിക്കുമ്പോഴും അതിന്റെ മേജർ ടേം, മൈനർ ടേം, മിഡിൽ ടേം സാധനങ്ങൾ ചോദിക്കുമ്പോഴും ഒക്കെ നമ്മൾ എപ്പോഴും കാണാറുള്ള, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. 3 പ്രിപ്പോസിഷൻസ് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അതിൽ ദ ഹിൽ ഹാസ് ഫയർ, കുന്നിന്റെ മേലെ തീയുണ്ട് എന്നൊരാൾ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ സമർത്ഥിക്കാൻ പോകുന്നത്? ഹൗ ക്യാൻ യു ജസ്റ്റിഫൈ ദാറ്റ് സ്റ്റേറ്റ്മെന്റ്? കുന്നിന്റെ മേലെ തീയുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളത് തെളിയിക്കൂ, നിങ്ങളത് സമർത്ഥിച്ച് കാണിക്കൂ, നിങ്ങളതിനെ ജസ്റ്റിഫൈ ചെയ്യൂ എന്നൊരാൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ താഴെ 2 സ്റ്റേറ്റ്മെന്റുകൾ ആഡ് ചെയ്യും. ഒന്ന്, ഞാൻ ആ കുന്നിന്റെ മേലെ പുക കണ്ടു, ബിക്കോസ് ദ ഹിൽ ഹാസ് സ്മോക്ക്. കുന്നിന്റെ മേലെ പുക കണ്ടു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുന്നിന്റെ മേലെ ഫയർ ഉണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ വീണ്ടും ചോദിക്കും, പുക കണ്ടിടത്തൊക്കെ തീ ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പൊ ഞാൻ എന്ത് പറയും? വാട്ട് എവർ ഹാസ് ഫയർ ഹാസ് സ്മോക്ക്. എവിടെയൊക്കെ തീയുണ്ടോ അവിടെയൊക്കെ പുകയുണ്ടാകുമെന്നാണ് തിയറം എന്ന് ഞാൻ നിങ്ങളോട് സമർത്ഥിക്കും. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റുകൾ. ഇതില് എന്തിനെയാണോ നമ്മൾ നിഗമിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെയാണോ നമ്മൾ ഇൻഫർ ചെയ്യുന്നത് അതിനെയാണ് മേജർ ടേം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ തീയുണ്ട് എന്നാണ് നിഗമനം പറഞ്ഞത്. തീയുണ്ട്, എന്റെ നിഗമനമാണത്. എന്നിട്ട് ഞാൻ അതിനെ സമർത്ഥിച്ചതാണ്. തീയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്, അതെന്റെ നിഗമനമാണ്. എന്തിനെയാണോ നമ്മൾ നിഗമിച്ചത്, എന്തിനെയാണോ നമ്മൾ ഇൻഫർ ചെയ്തത്, എന്തിനെയാണോ നമ്മൾ അനുമാനിച്ചത്, അതിനെയാണ് മേജർ ടേം എന്ന് ഇന്ത്യൻ പ്രമാണയിൽ പറയുന്നത്. അതിന് പറയുന്ന പേരാണ് സാധ്യ. ഇനി അത് സമർത്ഥിക്കാൻ വേണ്ടി എന്ത് കാരണമാണോ നിങ്ങൾ മുമ്പോട്ട് വെച്ചത് അതിന് പറയുന്ന പേരാണ് മിഡിൽ ടേം അല്ലെങ്കിൽ ഹേതു, ഓർ യു ക്യാൻ കോൾ ഇറ്റ് ആസ് റീസൺ എന്ന് പറയാം. ഇനി ഈ കാരണവും ഇൻഫറൻസും ഒക്കെ നിങ്ങൾ എന്തിനോട് കണക്ട് ചെയ്താണോ പറഞ്ഞത്, നിങ്ങൾ ഇതൊക്കെ കുന്നിന്റെ മേലെ ഉണ്ട്, തീയുണ്ട് എന്നുള്ളതും കുന്നിന്റെ മേലെ ഉണ്ട് എന്നാ പറയുന്നത്, പുക കണ്ടു എന്നുള്ളതും കുന്നിന്റെ മേലെ കണ്ടു എന്നാണ് പറയുന്നത്. ഇതെല്ലാം സബ്ജക്ട് ടു ദാറ്റ് എൻറ്റിറ്റി, ഹില്ലുമായിട്ടാണ് ബന്ധം. അതാണ് എന്ത് മൈനർ ടേം. ഈ പറഞ്ഞ മേജർ ടേമും മിഡിൽ ടേമും കണക്റ്റഡ് ടു വാട്ട് എന്നുള്ളതാണ് മൈനർ ടേം. അതിന് ഇന്ത്യൻ ഭാഷയിൽ പറയുന്ന പേരാണ് പക്ഷ. ഇതാണ് ഈ 3 ടേമുകൾ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഈ പറഞ്ഞ ഓപ്ഷനിൽ കണ്ട ഹെത്വഭാസകളെയൊക്കെ ഫാലസികളെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ മിഡിൽ ടേം, മേജർ ടേം, മൈനർ ടേം ഒക്കെ മാറി മാറി കേൾക്കും. അപ്പൊ മനസ്സിലാലോചിക്കുക, മേജർ ടേം എന്ന് പറഞ്ഞാൽ ഞാൻ നിഗമിച്ച കാര്യമാണ്, ഞാൻ ഇൻഫർ ചെയ്ത കാര്യമാണ്, ഞാൻ അനുമാനിച്ച കാര്യമാണ്, മിഡ് ടേം ആണ്. മിഡിൽ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാരണമായ ടേമാണ്. മൈനർ ടേം എന്ന് പറഞ്ഞാൽ ഈ മേജർ ടേമും മിഡിൽ ടേമും കണക്ട് ചെയ്ത് നിൽക്കുന്നത് എന്തുമായിട്ടാണോ അതായിട്ടാണ് മൈനർ ടേമിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതിൽ ഓരോ 5 എണ്ണം ഉണ്ട്, 5 ഫാലസികൾ ഉണ്ട്. എവിടെ? ഇന്ത്യൻ പ്രമാണയില് നമുക്ക് പഠിക്കാനുള്ളത് 4 എണ്ണമേ ഓപ്ഷനിൽ ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് ഇപ്പൊ 5 എണ്ണവും പറയാം. അപ്പൊ ഞാൻ പറയുന്ന സമയത്ത് അതിന്റെ ഇന്ത്യൻ ടേമും അതിന്റെ ഇംഗ്ലീഷ് ടേമും അതിന്റെ 1 ലൈൻ ഡെഫിനിഷനും മനസ്സിൽ ഓർത്ത് വെച്ച് പഠിക്കുക. എവിടെയെങ്കിലും സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കുക, ഡെയിലി എടുത്ത് വായിക്കുക. എക്സാമിന് ആകെ കുറച്ച് ദിവസമേ ഉള്ളൂ, അങ്ങനെയെങ്കിലും ബൈഹാർട്ട് ചെയ്യുക. ഇതിൽ വേറെ എളുപ്പ വഴികളൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, ഇതിന്റെ അപ്പുറത്തുള്ള സയൻസും തിയറിയും ഒക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ കുറെ സാധനങ്ങൾ പഠിക്കേണ്ടി വരും. അതൊന്നും നമുക്ക് നമ്മുടെ സിലബസിൽ വേണ്ട, നമുക്കൊന്നും തിരിയില്ല. ഓക്കെ, പഴയ മുനിമാരുണ്ടാക്കി വെച്ച പല ഹിന്ദു മിത്തോളജിക്കൽ തിയറങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും. ഓക്കെ, അതൊന്നും നമ്മുടെ സിലബസിലേക്ക് അങ്ങോട്ട് എടുത്തിട്ടില്ല. നമുക്ക് ഈ ഫാലസികളെ അങ്ങനെ അങ്ങ് പഠിച്ചാൽ അത് അങ്ങനെ ചോദിക്കാറുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്
നോക്കാം. അതിൽ സവ്യാഭിചാര ഫാലസി, സവ്യാഭിചാര ഹെത്വഭാസ എന്ന് പറയും. അതിന്റെ ഇംഗ്ലീഷ് പേരാണ് ഫാലസി ഓഫ് ഇറഗുലർ മിഡിൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഓപ്ഷനിൽ കണ്ട പോലെ യു കൻ കോൾ ഇറ്റ് ഫാലസി ഓഫ് ഇറലവന്റ് മിഡിൽ എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം ഓർത്ത് വെക്കണേ, നേരത്തെ പറഞ്ഞ സാധനം. മിഡിൽ ടേമും മേജർ ടേമും ഇറഗുലർ ആയിട്ട്, അതായത് പരസ്പര ബന്ധമില്ലാതെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന. ഫാലസി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഫാലസി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യത്തിൽ വരുന്ന മനഃപൂർവ്വമല്ലാത്ത തെറ്റുകളെയാണ് ഫാലസി എന്ന് പറയുന്നത്. അപ്പോൾ മിഡിൽ ടേമും മേജർ ടേമും ഇറഗുലാറിറ്റിയോട് കൂടി കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത്തരം സിറ്റുവേഷനെ ഇന്ത്യൻ ഫാലസിയിൽ പറയുന്ന പേരാണ് സവ്യാഭിചാര, ഫാലസി ഓഫ് ഇറഗുലർ മിഡിൽ, അല്ലെങ്കിൽ ഫാലസി ഓഫ് ഇറലവന്റ് മിഡിൽ എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ ഈ സവ്യാഭിചാരയെ ഇതുമായിട്ട് കണക്ട് ചെയ്തത്. ഓക്കെ, ഇനി എന്നിട്ട് നമ്മൾ അടുത്തതിലേക്ക് വരുന്ന സമയത്ത് അടുത്തതാണ് വിരുദ്ധയെ നിങ്ങൾക്ക് വിരോധാഭാസം, വിരുദ്ധ ധ്രുവങ്ങളിലുള്ളത് എന്നൊക്കെ ഓർത്ത് വെക്കാം. കോൺട്രറി ആണ്, തമ്മിൽ ചേരാത്തതാണ് എന്നുള്ള ഒരു സാധനത്തിലേക്ക്. അതായത് ടു എസ്റ്റാബ്ലിഷ് ദ എക്സിസ്റ്റൻസ് ഓഫ് സാധ്യ ഓർ മേജർ ടേം ആക്ച്വലി എസ്റ്റാബ്ലിഷസ് ദ നോൺ എക്സിസ്റ്റൻസ് ഓഫ് സാധ്യ. അത് അങ്ങനെ തന്നെ പഠിക്കാം. മേജർ ടേമിന്റെ എക്സിസ്റ്റൻസ് തെളിയിക്കാൻ വേണ്ടി മേജർ ടേമിന്റെ നോൺ എക്സിസ്റ്റൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരിക. അതിൽ തന്നെ ഒരു അതായത് ഞാൻ ഉണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് ഞാൻ ഇല്ല എന്ന് പറയേണ്ടി വരിക. ഇതാണ് ആക്ച്വലി സാധനം. ഞാൻ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഇല്ല എന്ന് പറയേണ്ടി വരിക. ഈ സാധനം തെറ്റാണ്. ഞാൻ ഉണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് ഞാൻ ഇല്ല എന്ന് സമർത്ഥിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഉണ്ട് എന്ന് പറയണേ നിങ്ങൾക്ക് ഞാൻ ഉണ്ട് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഉണ്ട് എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ഞാനില്ല എന്ന് പറയേണ്ടി വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ എന്തോ ഒരു റോങ് ഉണ്ട് എന്നാണ് അർത്ഥം. ആ റോങ്ങിനെ പറയുന്ന ഫാലസിയാണ് എന്ത്? വിരുദ്ധ ഫാലസി, കോൺട്രറി. നിങ്ങൾ സമർത്ഥിക്കുന്നതും നിങ്ങൾ പറയുന്നതും തമ്മിൽ ഒരു വിരോധാഭാസം ഫീൽ ചെയ്യും. ദിസ് ഇസ് നോൺ ആസ് കോൺട്രറി മിഡിൽ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? അപ്പുറത്തെ ഓപ്ഷനിൽ വന്ന സമയത്ത് വിരുദ്ധയെ കോൺട്രറിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഞാനുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് ഞാനില്ല എന്ന് പറയേണ്ടി വരിക. ഓക്കെ, സവ്യാഭിചാര കാണിക്കാം. ഓക്കെ പറയണേ. യെസ്. ഇനി അത് കഴിഞ്ഞ് നമ്മള് സത്പ്രതിപക ഓപ്ഷനിലില്ല, പക്ഷെ നിങ്ങൾ ഓർത്ത് വെക്കുക. സത്പ്രതിപക എന്ന് പറഞ്ഞൊരു ഫാലസി ഉണ്ട്. ഇൻഫറൻഷ്യലി കോൺട്രഡിക്റ്റഡ് മിഡിൽ എന്നാണ് പറയാ. അതായത് മിഡിൽ ടേം, അതായത് സത്പ്രതിപകയില് അതായത് നേരത്തെ പറഞ്ഞ ഇപ്പൊ നമ്മൾ പറയുന്നതും നേരത്തെ നമ്മൾ പറഞ്ഞതും ഇനി നമ്മൾ പറയാൻ പോകുന്നതായിട്ടുള്ള ഫാലസികളിലൊക്കെ ഒരേ സ്റ്റേറ്റ്മെന്റിൽ തന്നെ മിസ്റ്റേക്ക് വരുന്നതായിരിക്കും പറയുന്നത്. പക്ഷെ സത്പ്രതിപകയുടെ കേസിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളിൽ എടുത്തിട്ട് അതിനെ കമ്പയർ ചെയ്തിട്ട് അതിലൊരു തെറ്റ് വരുമ്പോഴാണ് സത്പ്രതിപക. ഇൻഫറൻഷ്യലി കോൺട്രഡിക്റ്റഡ് മിഡിൽ എന്നാണ് അതിന്റെ മുഴുവൻ പേര് പറയാ. ഓക്കെ, അതിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ആ ഒരു മിഡിൽ ടേമിന്റെ കോൺട്രഡിക്ഷൻ രണ്ട് സ്റ്റേറ്റ്മെന്റിലും കൂടി ആയിരിക്കും ആ കോൺട്രഡിക്ഷൻ നടത്തുക. അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിൽ നിന്നും വിരുദ്ധമായിട്ട് അതേ കാര്യത്തെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഫോർ എക്സാമ്പിൾ, സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ. ഈ എക്സാമ്പിൾസ് ഓർത്ത് വെക്കട്ടെ. ഈ സത്പ്രതിഭേന്റെ ഒക്കെ എക്സാമ്പിൾ ഇതൊക്കെ തന്നെയാ ചോദിക്കാറുള്ളത് എപ്പോഴും. ഓക്കെ, ഇതന്നെയാ ചോദിക്കാറുള്ളത്. ഇത് കാണുമ്പോൾ അതാണെന്ന് ഓർത്ത് വെക്കട്ടെ. മുഴുവൻ സെന്റൻസ് വായിക്കണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോവും. എല്ലാത്തിനെയും സൗണ്ടിന്റെ വെച്ചിട്ടുള്ള എക്സാമ്പിൾ അവർ ചോദിക്കുന്നുണ്ടേ. ഓക്കെ, ഇത് സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ. സൗണ്ട് അനശ്വരമാണ്, അത് കേൾക്കാൻ കഴിയുന്നത് കൊണ്ട് എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയാണ് സൗണ്ട് ഈസ് നോൺ എറ്റേണൽ. സൗണ്ട് നശ്വരമാണ്, അതായത് അനശ്വരമല്ല, അത് നോൺ എറ്റേണൽ ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ലൈക്ക് എ പോട്ട്. പോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മറ്റേ കലം, ഇതിനെയാണ് പോട്ട് എന്ന് പറയാം. ഒരു കലമോ ഒരു പാത്രമോ ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു സാധനമായത് കൊണ്ട് സൗണ്ട് എന്താണ്? നോൺ എറ്റേണൽ ആണ്. ആദ്യ സൗണ്ട് എറ്റേണൽ ആണെന്ന് പറഞ്ഞു, പിന്നെ ഇപ്പൊ സൗണ്ട് നോൺ എറ്റേണൽ ആണെന്ന് പറയുന്നു. രണ്ടിലും ഇതിലെ മിഡിൽ ടേം എന്ന് പറയുന്നത് സൗണ്ട് ആണ്. ആ രണ്ടിലും ഒന്നിൽ എറ്റേണൽ എന്ന് പറയുന്നു, മറ്റേ നോൺ എറ്റേണൽ എന്ന് പറയുന്നു. രണ്ടിലും ഒരു കോൺട്രഡിക്ഷൻ ഫീൽ ചെയ്യുന്നു, വിച്ച് ഈസ് നോൺ ആസ് സത്പ്രതിപക, അല്ലെങ്കിൽ വി കൻ കോൾ ഇറ്റ് ആസ് ഇൻഫറൻഷ്യലി കോൺട്രഡിക്റ്റഡ് മിഡിൽ. ഇത് ഓപ്ഷനിൽ ചോദിച്ചിട്ടില്ല, ബട്ട് ആഡ് ചെയ്ത് പഠിക്കാം. ക്ലിയർ? ഞാൻ സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കുറയ്ക്കണോ? ഈ പേസ് ഓക്കെ ആണോ? കുറച്ച് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത മൂവിയാണേ. വി ആർ മൂവിങ് ടു അസിദ്ധ. അസിദ്ധ നമുക്ക് അവിടെ തന്നെ ഉണ്ട്. അസിദ്ധ ഭയങ്കര ഈസിയാ പഠിക്കാൻ. അൺപ്രൂവ്ഡ് മിഡിൽ അല്ലെങ്കിൽ അൺപ്രൂവൺ മിഡിൽ എന്ന് പറയാം. അതായത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തൊരു സാധനം. നോട്ട് യെറ്റ് പ്രൂവ്ഡ് ബട്ട് ടു ബി പ്രൂവ്ഡ്. ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ ഭാവിയിൽ എപ്പോ വേണമെങ്കിലും അത് തെളിയിക്കപ്പെടാം. ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല, ഭാവിയിൽ എപ്പോ വേണമെങ്കിലും തെളിയിക്കപ്പെടാം. ഭൂമിക്ക് പുറത്ത് എന്താ പറയാ ജീവജാലങ്ങൾ ഇല്ല എന്നുള്ളത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല, നാളെ എപ്പോ വേണമെങ്കിലും തെളിയിക്കപ്പെടാം.
തെളിയിക്കപ്പെടാതിരിക്കാം. 2 സാധ്യതയുണ്ട്. അങ്ങനത്തെ കേസുകളെയാണ്, അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ അസിദ്ധ എന്ന് വിളിക്കുക. അതിൽ ചിലപ്പോൾ ഫാന്റസി വരാം, അതിൽ ചിലപ്പം ഭാവിയിൽ സ്വാഭാവികമായി തെളിയിക്കപ്പെടാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരാം. അപ്പൊ പൊതുവെ അസിദ്ധയ്ക്ക് ചോദിക്കാറുള്ളൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പറയാറുള്ള ഒരു എക്സാമ്പിൾ, കാണാറുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള ഒരു എക്സാമ്പിൾ സ്കൈ ലോട്ടസ്, ആകാശത്താമരയുടെ ഒരു കോൺസെപ്റ്റ് ആണ്. പറയാം, ആകാശത്താമര എന്നുള്ളത് ഒരു ഒരു മിത്താണ്. ആകാശത്താമര എന്ന് പറയുന്നത് ഒരു മിത്താണ്, ഒരു സങ്കല്പമാണ്. അല്ലാതെ ആകാശത്ത് വലിയ താമര ഉണ്ടാവും എന്നുള്ളതോ മനോഹരമായ താമര ഉണ്ടാവും എന്നുള്ളതോ ഒന്നും അങ്ങനെ ദാറ്റ്സ് നോട്ട് എ റിയാലിറ്റി, ഇറ്റ്സ് എ ഫാന്റസി. ഓക്കെ, നമ്മുടെ ഒരു ഇമാജിനേഷൻ ആണ്, മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇമാജിനേഷൻ മാത്രമാണ് എന്ത് സ്കൈ ലോട്ടസ്, ആകാശത്താമര എന്നുള്ള കോൺസെപ്റ്റ്. അത് വെച്ചിട്ട് ഞാൻ പറയാണ്, സ്കൈ ലോട്ടസ് ഈസ് ഫ്രാഗ്രന്റ്, ആകാശത്താമര നല്ല മണമുള്ളതാണ്. ബിക്കോസ് ഇറ്റ് ഹാസ് എ ലോട്ടസ്നെസ്, അതിന് താമരയുടെ സ്വഭാവമുണ്ട്. ഏത് നാച്ചുറൽ ലോട്ടസിന്റെ അതേ സ്വഭാവം അതിനുണ്ട്. അതിനൊരു താമരയുടെ ഫീല് നമുക്ക് വരുന്നുണ്ട്, അതിന് സ്മെല്ലുണ്ട് എന്ന് ഞാൻ പറയാണ്. ഇതുവരെ ആകാശത്താമര എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇമാജിനറി അല്ല എന്ന് എവിടെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. നാളെ തെളിയിക്കപ്പെടില്ല എന്നുള്ളത് നമുക്ക് അറിയാത്തൊരു കാര്യമാണ്. ഓക്കെ, സോ സച്ച് കേസസ് ആർ നോൺ ആസ് അസിദ്ധ അല്ലെങ്കിൽ അൺപ്രൂവ്ഡ് മിഡിൽ എന്ന് വിളിക്കും. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, അസിദ്ധയെ, ഓക്കെ, അസിദ്ധയെ അൺപ്രൂവൺ മിഡിൽ ടേമിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, കണക്ട് ചെയ്തിട്ടുള്ളത്. ആനറാഞ്ചി പക്ഷി പോലെ. വെരി ഗുഡ്, യെസ്. ഇനി അടുത്ത നമ്മൾ മൂവിയാണ്, അടുത്ത ബാധിതയാണ്. ബാധിത ഹെത്തോബാസ എന്ന് പറയും. അതൊരു ബാധ്യതയാണ് ആക്ച്വലി. അതായത് അട്ടർ മിസ്റ്റേക്ക് പറയാന്ന് പറയുന്ന ഒരു കേസാണ്. വെരി അട്ടർ മിസ്റ്റേക്ക്. അത് അട്ടർ മിസ്റ്റേക്കിൽ തന്നെ കോൺട്രഡിക്ഷൻ തന്നെ ഒരു മിസ്റ്റേക്ക് ആണ്. അതിൽ തന്നെ ഒരു അട്ടർ മിസ്റ്റേക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു എക്സാമ്പിൾ ആണ്, ഫയർ ഈസ് കോൾഡ് ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ആനിമൽ. തീ തണുത്തതാണ്. അവിടെ തന്നെ കോൺട്രഡിക്ഷൻ വന്നു. തീ ഒരിക്കലും തണുത്തതല്ലല്ലോ. തീ തണുത്തതാണെന്ന് പറയുമ്പോ തന്നെ അടച്ചു വെക്കാൻ അതിർത്തം. ഫയർ ഈസ് കോൾഡ്, ഫയർ എന്ന് പറയുന്ന സാധനം ചൂടുള്ളതാണ്. അത് കോൾഡ് എന്ന് പറയുന്ന സമയത്ത് തന്നെ എന്തായി, ആ സാധനത്തിന് കോൺട്രഡിക്ടറി ആയി. ഇനി അതിന്റെ ബാക്കിയോട് വായിച്ചത് ഒരു അട്ടർ മിസ്റ്റേക്ക് ആണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫയർ ഈസ് കോൾഡ് ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ആനിമൽ. തീ തണുത്തതാണ് കാരണം അതൊരു മൃഗമാണ്. അട്ടർ മിസ്റ്റേക്ക് പറയാം. ഇത് വെരി അട്ടർ മിസ്റ്റേക്ക്. ഒരു ലോജിക്കും ഒരു ഇത്തിരി പോലും ഫീൽ ചെയ്യാത്തൊരു സാധനം. അത്തരം മിസ്റ്റേക്കുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബാധിത ഫാലസി എന്ന് വിളിക്കാം. അതുകൊണ്ടാണ് നേരത്തെ ഓപ്ഷനിൽ കണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ബാധിതയെ ദ കോൺട്രഡിക്ടറിയിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻസ് ഒക്കെ ഫീൽ ചെയ്യും. റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ്, അതിന്റെ ടേമുകൾ വായിച്ച് ക്ലാസ്സുകൾ രണ്ടിട്ടൊക്കെ കേട്ട് റിപ്പീറ്റ് ആയിട്ട് മനസ്സിൽ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യാന്നുള്ളതിലപ്പുറത്തേക്ക് ബൈ ഹാർട്ട് പഠിക്കേണ്ട സാധനമാണ്. ഓക്കെ, പേപ്പർ 1 ലോജിക്കൽ റീസണിങ്, ഇന്ത്യൻ ലോജിക്ക് ബൈ ഹാർട്ട് പഠിക്കേണ്ട കുറെ സാധനങ്ങളുണ്ട്. അതിനെ അങ്ങനെ എഴുതി വെച്ച് പറഞ്ഞു പഠിക്കുക എന്നുള്ളതിലപ്പുറത്തേക്ക് ഞാൻ പോലും ഇങ്ങനെ കുറെ ക്ലാസ് എടുത്ത് പറയുന്ന ഒരു സാധനമാണ്. അല്ലാതെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ സാധനം ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും. പിന്നെ ആദ്യത്തെ 1-2 ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്തും എയറിലായിരിക്കും, മൊത്തം പുകയായിരിക്കും. പിന്നെ കുറെ ക്ലാസ്സുകളിൽ നിന്ന് റൺ ചെയ്ത് പോയിട്ട് തറവായിട്ടുള്ളൊരു സാധനമാണ്. അപ്പൊ ഒത്തിരി വട്ടം കണ്ട് വായിച്ച് ക്ലാസ്സുകൾ കേട്ട് മാത്രം എന്ത് ചെയ്യുള്ളൂ, ഈ സാധനം തറവാവുള്ളൂ. ബൈഹാർട്ട് പഠിക്കാന്നുള്ള, പിന്നെ ഈ സാധനം ഇവിടെ മതിയല്ലോ, 7-ാം തീയതി കഴിയുന്ന നെറ്റ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനത്തിന് വേണ്ടല്ലോ, ആ ഒരു ഈസിനെസ്സിൽ എടുക്കുക. ഓക്കെ, ജീവിതകാലം മുഴുവൻ പിന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജീവിതകാലം മുഴുവൻ അങ്ങനെ കൊണ്ടുപോവുകയും ചെയ്യാം, അതിന്റെ എക്സ്ട്രാ പഠിക്കുകയും ചെയ്യാം കേട്ടോ. പഠിക്കാൻ തുടങ്ങിയ നല്ല രസമുള്ള ടോപ്പിക്കാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. വ്യാപ്തി ഇൻ ഇന്ത്യൻ ലോജിക് റെഫേഴ്സ് ടു വാട്ട്? ഇന്ത്യൻ ലോജിക്കിലെ വ്യാപ്തി എന്ന് പറയുന്ന ടേമിന്റെ ഇംഗ്ലീഷ് ടേം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ലോജിക്കൽ കോൺട്രഡിക്ഷൻ, ഡയറക്റ്റ് പെർസെപ്ഷൻ, ഇൻവാലിബിൾ കൺകമിറ്റൻസ്, വെർബൽ ടെസ്റ്റിമണി. ഓപ്ഷൻ 3 പറയുന്നു. ഓപ്ഷൻ 2 ഡയറക്റ്റ് പെർസെപ്ഷൻ. അഗെയിൻ ഓപ്ഷൻ 3. എല്ലാവരും ഉത്തരം പറയാട്ടോ, തെറ്റിക്കോട്ടെ കുഴപ്പമില്ല. തെറ്റിപ്പടിച്ച സാധനം ഓർമ്മ ഉണ്ടാവും, അന്ന് തെറ്റിപ്പോയിനല്ലോ എന്നുള്ള ഓർമ്മയിൽ പിന്നെ ശരിയാക്കും. ഓപ്ഷൻ 2, 3ഉം 2ഉം സെയിം ഭൂരിപക്ഷത്തിലാവുമെന്ന്. 2, 3. 3നും 2നും ഒരേപോലെ ആരാധകരുണ്ട്. നോക്കാം നമുക്ക്. 4ഉം 1ഉം ആർക്കും വേണ്ടല്ലേ? ഓക്കെ, നിങ്ങൾ എന്താ 4ഉം 1ഉം പറയാത്ത? 4ഉം 1ഉം പറയാതിരിക്കാനുള്ളൊരു കാരണം അതിന്റെ ഇന്ത്യൻ ടൈം അറിയുന്നോണ്ടാണോ? ഓക്കെ, നോക്കാം നമുക്ക്. യെസ്, ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ
3. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. വ്യാപ്തിക്ക് ഇന്ത്യൻ ലോജിക്കിൽ പറയുന്ന ഇംഗ്ലീഷ് ടേം ഇൻവാരിയബിൾ കൺകമിറ്റൻസ് എന്നാണ്. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇതിലെ ലോജിക്കൽ കോൺട്രഡിക്ഷന്റെ ഇന്ത്യൻ ടേം നമ്മൾ പലവട്ടം പറഞ്ഞു. അതായത് ചിലതിനെ ബാധ്യത എന്ന് വിളിക്കും, ചിലതിനെ സത്പ്രതിഭ എന്ന് വിളിക്കും, ചില കേസുകളിൽ അതിന് സത്പ്രതിഭയാണ്, ചില കേസിൽ അത് ബാധ്യതയാണ്, ചില കേസിൽ കോൺട്രറി കേസ് വരുന്ന സമയത്ത് അത് വിരുദ്ധയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ലോജിക്കൽ കോൺട്രഡിക്ഷൻ അല്ല. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? അത് നമ്മുടെ ഫാലസിയുമായിട്ട് ബന്ധപ്പെട്ടാ. നമുക്ക് അതിനെ വെട്ടാം. ഇനി ഡയറക്റ്റ് പെർസെപ്ഷൻ എന്ന് പറയുന്ന ബി പറഞ്ഞവരൊന്ന് ശ്രദ്ധിക്കുക, ബി പറയണമെന്ന് ആഗ്രഹിച്ചവരും ശ്രദ്ധിക്കുക, 3 കറക്കി കുത്തിയവരും ശ്രദ്ധിക്കുക. ഈ ഡയറക്റ്റ് പെർസെപ്ഷൻ എന്ന് പറയുന്ന ടീമിന് നമ്മൾ പറയുന്ന പേരാണ് സവികൽപക എന്ന് പറയും. സവികൽപക എന്ന് പറയും. ഇത് എവിടുന്ന് വന്നതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ അനുമാന പ്രമാണം പറഞ്ഞതുപോലെ തന്നെ അറിവിന് നിദാനമായ പ്രമാണമായ കാര്യങ്ങൾക്ക് ഒരു കുറച്ച് സിസ്റ്റംസ് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ ആളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രത്യക്ഷ പ്രമാണം എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതായത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അറിവുണ്ടാക്കാറുണ്ട് എന്നുള്ളത് ഇന്ത്യൻ തിയറി പ്രകാരം വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന പലതിൽ നിന്നും എന്താ പറയാ, പ്രത്യക്ഷത്തിൽ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സെൻസ് ഓർഗൻസ് ഒക്കെ അവിടെ വർക്ക് ചെയ്യും. സെൻസ് ഓർഗൻസ് അല്ലാതെ നമ്മൾ ഓർമ്മയിൽ നിന്നും എടുത്തൊക്കെ പ്രത്യക്ഷത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പ്രത്യക്ഷത്തിൽ അനുഭവിക്കുന്ന, പ്രത്യക്ഷത്തിൽ ഓർക്കുന്ന, പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ അറിവുണ്ടാക്കാറുണ്ട്. അതിന് 2 കുട്ടികളുണ്ട്. അതായത് പ്രത്യക്ഷ പ്രമാണയ്ക്ക് 2 കുട്ടികളുണ്ട്. ഒന്ന് ഡയറക്റ്റ് പെർസെപ്ഷനും രണ്ടാമത്തത് ഇൻഡയറക്റ്റ് പെർസെപ്ഷനുമാണ്. ഈ ഡയറക്റ്റ് പെർസെപ്ഷന് പറയുന്ന പേരാണ് സവികൽപക, ഇൻഡയറക്റ്റ് പെർസെപ്ഷന് പറയുന്ന പേരാണ് നിർവികൽപക എന്ന് പറയും. ഓക്കെ, നിർവികൽപക എന്ന് പറയും. അതായത് സവികൽപക അല്ലെങ്കിൽ ഡയറക്റ്റ് പെർസെപ്ഷന്റെ ടേമാട്ടോ സവികൽപക. ഡയറക്റ്റ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സെൻസ് ഓർഗൻ ത്രൂ നമ്മൾ അറിയുന്ന അറിവുകൾ, അതായത് 5 സെൻസ് ഓർഗൻസ് ഉണ്ടല്ലോ, കണ്ട്, കേട്ട്, രുചിച്ച്, ശ്വസിച്ച്, തൊട്ട് അറിയുന്ന ആ പഞ്ചേന്ദ്രിയ സ്വഭാവിയായ അറിവുകളെയൊക്കെ നമ്മൾ ഡയറക്റ്റ് പെർസെപ്ഷൻ സവികൽപക എന്നാണ് പറയാ. അതല്ലാതെ നമ്മുടെ സ്മൃതിയിൽ നിന്ന് എടുക്കാന്ന് പറയും, ഓർമ്മയിൽ നിന്ന് എടുക്കാന്ന് പറയും. അങ്ങനെയുള്ള, അതായത് മുമ്പ് എപ്പോഴോ ഒരു ചന്ദനം മണത്തതിന്റെ ഓർമ്മയിൽ ഇപ്പൊ ചന്ദനത്തിന്റെ മണം കേൾക്കുമ്പോൾ അത് ചന്ദനമാണെന്ന് സ്മൃതിയിൽ നിന്നെടുത്ത് നമ്മൾ അനുമാനിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അറിവ് നേടുന്നത്, അറിവ് ഓർത്തെടുക്കുന്നത്, അതിനെയാണ് നിർവികൽപക. അതിന് നമ്മുടെ സെൻസ് ഓർഗൻസുമായല്ല, സ്മൃതിയുമായാണ്, മെമ്മറിയുമായാണ് കണക്ഷൻ. അപ്പൊ ഡയറക്റ്റ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രത്യക്ഷ പ്രമാണയുടെ കുട്ടിയുമായിട്ടാണ് അതിന് ബന്ധം. അതിന് വ്യാപ്തി എന്ന് പറയുന്ന ടേമുമായിട്ട് ബന്ധമില്ല. ഇനി വെർബൽ ടെസ്റ്റിമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പ്രത്യക്ഷ പ്രമാണയും അനുമാന പ്രമാണയൊക്കെ പറഞ്ഞതുപോലെ അറിവിന് പ്രമാണമാകുന്ന നിധാനം. ഇൻഡയറക്റ്റ് പെർസെപ്ഷൻ. യെസ്, അറിവിന് നിദാനമാകുന്ന കാരണങ്ങളെ നമ്മൾ പറയുമ്പം അതിൽ അവസാനത്തായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സാധനമാണ് ശബ്ദപ്രമാണ എന്ന് പറയും. ഓക്കെ, ശബ്ദപ്രമാണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദകോഷ് എന്ന് പറയുന്ന, ഡിക്ഷണറിക്ക് ഹിന്ദിയിൽ പറയാ ശബ്ദകോഷ് എന്നല്ലേ, സംസ്കൃതത്തിലേക്ക് ശബ്ദം എന്ന് പറഞ്ഞാൽ വാക്ക് എന്നാണ് അർത്ഥം. അപ്പൊ വാക്ക് വെച്ച് എന്ന് പറയുമ്പോൾ വെർബൽ ടെസ്റ്റിമോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടൺ ടെക്സ്റ്റ് എന്ന് പറയുമ്പം എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ ആർജിക്കുന്ന അറിവുകളെയാണ് ശബ്ദപ്രമാണം എന്ന് പറയുന്നത്. അതിന്റെ ഇംഗ്ലീഷ് ടേം ആണ് വെർബൽ ടെസ്റ്റിമണി. ഇപ്പൊ തന്നെ നമ്മൾ 3 കട്ട് ചെയ്തു. ഇനി ബാക്കിയുള്ള ആളായിരിക്കും എന്ത്? വ്യാപ്തിന്റെ ഇംഗ്ലീഷ് ടേം ഇൻവാരിയബിൾ കൺകമിറ്റൻസ്. ഇനി എന്താണ് ഈ വ്യാപ്തി എന്നുള്ളത്? ഈ വ്യാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആളുകൾ തമ്മിലുള്ള കണക്ഷൻ ആണ്. ഒരാളെ നമുക്ക് വ്യാപ എന്ന് പറയാം, രണ്ടാമത്തെ ആളെ നമുക്ക് വ്യാപക എന്ന് പറയാം. അതായത് 2 കാര്യങ്ങൾ തമ്മിലുള്ള കണക്ഷൻ. അങ്ങനെയല്ല നമ്മൾ ലോജിക്കൽ റീസണിങ് ചെയ്യുക. കാര്യവും കാരണവും. വ്യാപ ഈസ് കാര്യം, വ്യാപക ഈസ് കാരണം. വ്യാപയും വ്യാപകയും തമ്മിലുള്ള ബന്ധമാണ്. അവ തമ്മിലുള്ള കൺകമിറ്റൻസ് ആണ്. കൺകമിറ്റൻസ് എന്നത് റിലേഷൻഷിപ്പ് ആണ്. നമ്മൾ പുകയുള്ളിടത്തൊക്കെ തീ ഉണ്ടാവും എന്ന് പറയുമ്പോൾ പുക ഈസ് വ്യാപ, തീ ഈസ് വ്യാപക എന്ന് പറയാം. പുകയും തീയും തമ്മിലുള്ള, വ്യാപയും വ്യാപകയും തമ്മിലുള്ള യൂണിവേഴ്സൽ കൺകമിറ്റൻസ് അല്ലെങ്കിൽ ഇൻവാരിയബിൾ കൺകമിറ്റൻസ്, പരസ്പര ബന്ധത്തെ നമുക്ക് വ്യാപ്തി എന്ന് പറയാം. സോ ഓപ്ഷൻ വ്യാപ ഈസ് കാര്യം, തീ. വ്യാപക ഈസ് കാരണം, പുക. തീയും പുകയും അവ തമ്മിലുള്ള ബന്ധം, കൺകമിറ്റൻസ്.
റിലേഷൻഷിപ്പിന് നമ്മൾ ഇന്ത്യൻ ലോജിക്കിൽ പറയുന്ന ഇംഗ്ലീഷ് ടേമാണ് കൺകമിറ്റൻസ്. യൂണിവേഴ്സൽ കൺകമിറ്റൻസ് എന്നും കാണാം, ഇൻവാരിയബിൾ കൺകമിറ്റൻസ് എന്നും കാണാം. ഓക്കെ, സോ ടേമുകൾ ഓർത്ത് വെക്കുക കേട്ടോ. മൂവിങ് ടു ദ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഫാലസി ചോദിക്കാത്തത് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് മറ്റേ സാധന, ഏത് സാധനം? ആദ്യത്തെ ക്വസ്റ്റ്യനിലൊക്കെ ഇന്ത്യൻ ഫാലസിയാ പറഞ്ഞു. ഇവിടെ മറ്റേ അരിസ്റ്റോട്ടിലിയൻ ലോജിക്കൽ റീസണിങ്ങിന്റെ ഫാലസി ചോദിക്കുന്നുണ്ട്. ഈ ഫാലസികൾ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലോജിക്കൽ റീസണിങ്ങിന് ഉണ്ടാവാറില്ല. സോ യു ക്യാൻ ട്രൈ ടു ആൻസർ. ഫാലസി ഓഫ് റെലവൻസ് കാറ്റഗറിയിൽ വരുന്ന ഫാലസികൾ ഏതൊക്കെയാണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നാണ് ചോദ്യം. AI, BI, CI. ഫാലസി കാണുന്ന സമയത്ത് ഉത്തരങ്ങളുടെ സ്പീഡ് ഭയങ്കര കുറവല്ലേ? ഓക്കെ, നോക്കാം നമുക്ക്. നമ്മള് ഫാലസികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ സിലബസിൽ ഫാലസി എന്നുള്ള ഒറ്റവാക്കിൽ പറഞ്ഞു നിർത്തുകയാണ് ആര് ചെയ്തിട്ടുള്ളത്? NTA ചെയ്തിട്ടുള്ളത് ഒറ്റവാക്കിൽ ഫാലസികളെ സിലബസിലുണ്ട്. അപ്പൊ നമ്മൾ സിലബസിലേക്ക് പോണ സമയത്ത് അരിസ്റ്റോട്ടലിയൻ ഫാലസികൾ എടുക്കുന്ന സമയത്ത്, വെസ്റ്റേൺ ലോജിക്കൽ ഫാലസികൾ എടുക്കുന്ന സമയത്ത് 400-ലധികം ഫാലസികൾ ഉണ്ട്. ഇതിൽ ഏത് ഫാലസിയാ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. ഈ 400 എണ്ണത്തിൽ ഏത് ഫാലസിയും NTA ചോദിക്കാം. ഓക്കെ, 400+ ഫാലസികളാണ്. ഇതിൽ ഏത് ഫാലസിയും NTA ചോദിക്കാം. അതുകൊണ്ട് തന്നെ ഓരോ തവണ എക്സാം വരുന്ന സമയത്തും ഏതെങ്കിലും, എല്ലാ സെറ്റിലും എന്നല്ല, ആ ടേമിലെ ഏതെങ്കിലും ഒരു സെറ്റില് എക്സ്ട്രാ ഒരു ഫാലസീനെ, 1-2 ഫാലസീനെ അവർ ആഡ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഫാലസികളുടെ എണ്ണം പഠിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഫാലസികളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വന്നിട്ടുണ്ട്. ഓരോ തവണ എക്സാം ഇങ്ങനെ നമ്മളിങ്ങനെ അറ്റൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഫാലസികൾ പഠിക്കാനുള്ളതിന്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരും. അങ്ങനെ കുറെ കഴിയുന്ന സമയത്ത് 400 കിടക്കും. ആകെ ഉള്ള ഒരു ഒറ്റ പോംവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേമിൽ തന്നെ പാസ്സാവുക എന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ ടേമിൽ വരെ ചോദിച്ച ഫാലസി മാത്രം നമുക്ക് പഠിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പൊ ഈ 400 എണ്ണം പഠിക്കൽ പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ. ഇപ്പൊ ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ, ഈ ഫാലസിയെ സിലബസിലേക്ക് എടുത്ത കാലം മുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷനായും ഉത്തരമായും വന്ന ഫാലസികളെ പഠിക്കുക എന്നുള്ളതാണ് ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ള കാര്യം. ഓക്കെ, അങ്ങനെ ഉള്ള ഫാലസികൾ ആണ് പലപ്പോഴും അങ്ങനെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ പഴയ ഫാലസി തന്നെ ചോദിക്കും, ഭാഗ്യമില്ലെങ്കിൽ പുതിയ ഫാലസി ക്വസ്റ്റ്യൻ്റെ അകത്ത് വരും എന്നുള്ളതാണ്. ഡിപ്പെൻസ്. ഓക്കെ, എന്നാലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ള ചോയ്സുകളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ നോക്കാം നമുക്ക്. ഫാലസികൾ പഠിക്കുമ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് പഠിക്കുക. ആ കണക്ട് ചെയ്ത് പഠിക്കും. കാരണം എന്നിട്ട് അങ്ങനെ പഠിച്ചാൽ നമുക്ക് എക്സാമിന് ഉത്തരം എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. കാരണം നമ്മൾ ഡെയിലി ലൈഫിലുള്ള സാധനങ്ങളെ, കോണ്ടെക്സ്റ്റുകളെ വെച്ചിട്ടാണ് ഫാലസി ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാറുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഡെയിലി ലൈഫിലെ എക്സാമ്പിൾസ് പറഞ്ഞു ഫാലസികൾ പഠിപ്പിക്കുന്നത്. ഇനി നമ്മളൊരു ഒറ്റ ചാനൽ ചർച്ചയിൽ ചെന്നിരുന്നാൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള എല്ലാ ഫാലസിയും നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഒരു മണിക്കൂർ നേരത്തെ ഒരു ചാനൽ ചർച്ചയിൽ കയറി ചാനൽ ചർച്ച കേട്ട് കഴിഞ്ഞാൽ ആ ചാനൽ ചർച്ചയിലുള്ള ഓരോരുത്തരും പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ അകത്തുനിന്ന് നമുക്ക് പഠിക്കാനുള്ള 400-ലധികം ഫാലസികളുടെയും ഡെഫിനിഷൻസ്, അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് ചാനൽ ചർച്ചകളിൽ നിന്ന് കിട്ടും. ദ ബെസ്റ്റ് എക്സാമ്പിൾ പഠിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഓക്കെ, എനിവേ നോക്കാം. ഈ ഫാലസികളിൽ തന്നെ, ഫാലസി എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ദ മിസ്റ്റേക്ക് ആണ്. ആ ഫാലസിയിൽ തന്നെ പല കാറ്റഗറൈസേഷൻ നമ്മൾ സിലബസ് പഠിക്കുന്ന സമയത്ത് പഠിക്കാറുണ്ട്. ഫാലസി ഓഫ് പ്രിസംഷൻ കാറ്റഗറിയിൽ വരുന്ന ഫാലസികൾ, റീസൺ ഇതിൽ വരുന്നത്, ആംബിഗിറ്റി ഫാലസിൽ വരുന്ന കാറ്റഗറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഫാലസി ഓഫ് റെലവൻസിന്റെ പട്ടികയിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്ന ഫാലസികൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. എയും സിയും ഡിയും, അതായത് ആഡ് ഹോമിനം, സ്ട്രോമാൻ ഫാലസി, റെഡ് ഹെറിംഗ് ഫാലസി. ഇതാണ് റെലവൻസ് ബേസ്ഡ് ഫാലസികൾ, അല്ലെങ്കിൽ ഫാലസി ഓഫ് റെലവൻസ് പറയുമ്പോൾ വരുത്തുന്ന മിസ്റ്റേക്കുകളുടെ ബേസിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. അപ്പൊ ഇതിൽ കൂടാത്ത ആള് ഫോൾസ് കോസ് ഫാലസി ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഫാലസി ഓഫ് റെലവൻസ് പറഞ്ഞതിന് ശേഷം എങ്ങോട്ട് വരാം? ഫോൾസ് കോസ് എന്താന്നുള്ളതിലേക്ക് വരാം. അപ്പൊ നോക്കാം നമുക്ക് എന്താണ് ഈ ഫാലസി ഓഫ് റെലവൻസ് എന്നുള്ളതാണ്. നോക്കവേ, എ ഫാലസി ഓഫ് റെലവൻസ് ഈസ് എ ലോജിക്കൽ എറർ. ഫാലസി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു എറർ ആണ്. ഫാലസി ഓഫ് റെലവൻസ് എന്ന് പറഞ്ഞാൽ ലോജിക്കാലിറ്റിയിൽ ഒരു എറർ ഉണ്ടാവുക. വേർ ആൻ ആർഗ്യുമെന്റ് യൂസസ് പ്രിമൈസസ് നോട്ട് ലോജിക്കലി കണക്റ്റഡ് ടു ദ കൺക്ലൂഷൻ. നമ്മൾ പറഞ്ഞ പ്രിമൈസ് സ്റ്റേറ്റ്മെന്റുമായിട്ട് നമ്മൾ പറയുന്ന കൺക്ലൂഷന് പുലബന്ധം പോലും ഇല്ലാതിരിക്കുക. റിയൽ ആസ്പെക്റ്റിൽ നിന്നും, റിയൽ ഇഷ്യൂവിൽ നിന്നും, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റിനോട് ഡിസ്ട്രാക്ട് ചെയ്യുന്ന, അതിൽ നിന്ന് ഇറലവന്റ് ആയിട്ടുള്ള, അതിനെ ഇമോഷണലി അപ്പീൽ ചെയ്യാത്ത, ആളുകളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന, വാലിഡ് എവിഡൻസ് പ്രൊവൈഡ് ചെയ്യാത്ത കൺക്ലൂഷൻസ് നമ്മൾ കൊടുക്കുമ്പോൾ അത് ഒരു റെലവൻസ് ഇല്ലാത്ത കൺക്ലൂഷൻ നമ്മൾ പറയുക എന്നുള്ളതാണ് ഇതിന്റെ ബേസ്. ഇതിനെയാണ് എന്ത് പറയുന്നത്?
ഫാലസി ഓഫ് റെലവൻസ് എന്ന് പറയുന്നത്. ഈ ഫാലസി ഓഫ് റെലവൻസിൽ നമ്മൾ പഠിക്കാറുള്ള മേജർ ആയിട്ടുള്ള ഫാലസികളാണ് ആഡ് ഹോമിനൻ ഫാലസി, അപ്പീൽ ടു പിറ്റി, അപ്പീൽ ടു ഫോഴ്സ്, സ്ട്രോമാൻ ഫാലസി, റെഡ് ഹെറിംഗ് ഫാലസി, ജനറ്റിക് ഫാലസി. ഇതിലെ ഫോറിൻ ടേമുകൾ, ലാറ്റിൻ ടേമുകളുടെ ഇംഗ്ലീഷ് ടേമുകൾ പഠിക്കണം. നേരത്തെ നമ്മൾ ഇന്ത്യൻ ടേമിന്റെ ഇംഗ്ലീഷ് ടേം പഠിച്ചതുപോലെ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ലാറ്റിൻ ടേമിന്റെ ഇംഗ്ലീഷ് ടേം പഠിക്കൽ മസ്റ്റ് ആണ്. രണ്ടും മാറി മാറി ചോദിക്കാറുണ്ട്. ഓക്കെ, ചിലപ്പോ അതിന്റെ അതർ ടേം തന്നെ ചോദിക്കാറുണ്ട്. ആഡ് ഹോമിനത്തിന് ടു ദ മാൻ അല്ലെങ്കിൽ അറ്റാക്കിംഗ് പേഴ്സൺ എന്നൊക്കെ പറയാറുണ്ട്. അപ്പീൽ ടു പിറ്റിയെ ആഡ് മിസറിക്കോഡിയം എന്നാണ് പറയാ. അപ്പീൽ ടു ഫോഴ്സിനെ ആഡ് ബക്കുലം ഫാലസി എന്നാണ് പറയാറുള്ളത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആഡ് ഹോമിനം, അറ്റാക്കിംഗ് ദ പേഴ്സൺ അല്ലെങ്കിൽ ടു ദ മാൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കണം ആഡ് ഹോമിനം. ഹോമിനം, ഹോമോ എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യനുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. ആഡ് ഹോമിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്നത് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അറ്റാക്കിംഗ് ദ ക്യാരക്ടർ ഓർ മോട്ടീവ്സ് ഓഫ് ദ പേഴ്സൺ മേക്കിംഗ് ദ ആർഗ്യുമെന്റ് ഇൻസ്റ്റെഡ് ഓഫ് ദ ആർഗ്യുമെന്റ് ഇറ്റ് സെൽഫ്. ഒരു ആർഗ്യുമെന്റ് പറയാൻ വേണ്ടി നമ്മൾ ഒരാളെ അല്ലെങ്കിൽ അയാളുടെ മോട്ടീവിനെ അറ്റാക്ക് ചെയ്ത് സംസാരിക്കുക. ഈ സാധനം നമുക്ക് എത്ര വേണമെങ്കിലും ഒരു ചാനൽ ചർച്ചയിൽ കാണാം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്ത് സംസാരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളും വിടൂല. ആഡ് ഹോമിന് ഇഷ്ടം പോലെ കാണാൻ പറ്റുന്ന സാധനമാണ് ചാനൽ ചർച്ചകൾ. ഓക്കെ, അതിനെയാണ് എന്ത് വിളിക്കുക? ആഡ് ഹോമിനം. അറ്റാക്ക് ചെയ്ത് അയാൾ അങ്ങോട്ട് താറടിച്ച് അയാൾ അങ്ങനെ അങ്ങ് ഇരുത്തുക എന്ന് പറയില്ലേ, അങ്ങനെ സംസാരിച്ച് അറ്റാക്ക് ചെയ്തിട്ട് അതിനെയാണ് എന്ത് വിളിക്കുക? ആഡ് ഹോമിനം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു കാൻ ട്രസ്റ്റ് ഹിസ് എക്കണോമിക് പ്ലാൻ, ഹീസ് ടെറിബിൾ ഡ്രസ്സർ എന്ന് പറയാം. അയാൾ ഉണ്ടാക്കുന്ന എക്കണോമിക് പ്ലാനിന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും മോശം എക്കണോമിക് പ്ലാൻ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ള രീതിയിലേക്ക് പറയുമ്പോൾ അയാൾ അങ്ങ് അറ്റാക്ക് ചെയ്യാണ്. അയാൾക്ക് പ്രോഗ്രസ് വന്നിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ ആലോചിക്കുന്നതും കൂടിയില്ല. നമ്മൾ അയാൾ എന്ത് ചെയ്യുന്നു? അറ്റാക്ക് ചെയ്ത്, പേഴ്സണലി അറ്റാക്ക് ചെയ്ത് സംസാരിക്കുക. അതാണ് ആക്ച്വലി ആഡ് ഹോമിനൻ ഫാലസി. ഇനി അപ്പീൽ ടു പിറ്റി എന്ന് പറഞ്ഞാൽ, പിറ്റി എന്ന് പറയുന്ന വാക്കിന് അർത്ഥം തന്നെ പാവം എന്നുള്ള ഒരു സാധനമാണ്. പിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര പിറ്റിഫുൾ ആയിട്ടുള്ള. മിസറി എന്ന് പറയുന്ന ലാറ്റിൻ ടേമിനും ഈ പിറ്റി എന്നുള്ള മീനിങ് ആണ്. മിസറി കോഡിയം. ഈ അപ്പീൽ ടു ഇമോഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണോ? അപ്പീൽ ടു ഇമോഷൻ എന്ന് പറയുന്ന ഫാലസി നമുക്ക് പഠിക്കാനില്ലല്ലോ, എന്റെ ശ്രദ്ധയിൽപ്പെട്ട്. അല്ല, ഫാലസീസ് ഓഫ് റെലവൻസില് അപ്പീൽ ടു ഇമോഷൻ ഒക്കെ ഉണ്ട്, കാണിക്കുന്നുണ്ട്. എവിടെയാ കാണിക്കുന്നത്? എനിക്ക് ആ സാധനം എനിക്ക് വേറൊരു നോട്ടൊന്ന് കിട്ടിയതാ. ഒന്ന് ഗ്രൂപ്പിലിടോ, ഇപ്പൊ തന്നെ ഇട്ടാൽ ഇപ്പൊ തന്നെ പറയാം. ഒരു മിനിറ്റ്, എവിടെയാണ് നിങ്ങൾക്ക് അറിയില്ല. ഞാൻ നോക്കിയിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചതായിരുന്നു അങ്ങനെ. ഓക്കെ ഓക്കെ. ഇനി അപ്പീൽ ടു പിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു പാവം എന്ന് പറയുമ്പോൾ അയാളുടെ സ്വഭാവം കൊണ്ട് പാവം എന്നല്ല, ചിലപ്പോൾ അയാൾ എക്കണോമിക്കലി ഭയങ്കര വീക്ക് എന്നുള്ള സാധനത്ത് അയാളുടെ ഒരു സിമ്പതി പറയുന്ന സാധനത്തെ നമ്മൾ മുതലെടുക്കുക. എന്നിട്ട് അയാളൊരു ഭയങ്കര ഇങ്ങനെ പറയല്ലോ, അയാൾ എക്കണോമിക്കലി പക്ഷെ കയ്യിൽ ഒന്നുമില്ലാത്ത ഭയങ്കര പാവം പട്ടിണി കിടക്കുന്ന മനുഷ്യനാണ്. അയാൾക്ക് മന്ത്രിയാവാൻ നല്ല എന്തുണ്ട്, ഒരു കാപ്പബിലിറ്റി ഉണ്ട് എന്ന് പറയുന്ന ഒരു സാധനം. അയാൾ അത്രയും പാവമായതുകൊണ്ട് അയാൾക്ക് മന്ത്രിയാവാൻ നല്ല കാപ്പബിലിറ്റി. ചിലപ്പോൾ അയാൾക്ക് മന്ത്രിയാവാനുള്ള അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്ട്രി പവർ ഒന്നും. ഈ ഫാലസി തന്നെ കേട്ടോ. ഓക്കെ, ആർഗ്യുമെന്റം മിസറിക്കോർഡ്. ഓക്കെ. അപ്പം ഒരാളോട് സിമ്പതി കാണിച്ച് നമ്മളൊരു കൺക്ലൂഷൻ പറയാം. ചിലപ്പം ആ സിമ്പതിയുടെ ബേസിൽ നമ്മൾ പറയുന്ന കൺക്ലൂഷൻ തെറ്റാവുകയും ചെയ്യാം. അപ്പം യു ഷുഡ് ഗിവ് മി an A, my dog is sick and I have no time. അതായത് എനിക്ക് നിങ്ങൾ എൻ്റെ നായക്ക് സുഖമില്ല, നിങ്ങൾ എനിക്ക് എന്തെങ്കിലും, ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ എക്സ് എന്ന് എന്നുള്ളിടത്ത് നിങ്ങൾ മണി എന്ന് വായിച്ചു. യു ഷുഡ് ഗിവ് മീ സം മണി, നിങ്ങൾ എനിക്ക് കുറച്ച് പൈസ തരണം, കാരണം എൻ്റെ നായക്ക് സുഖമില്ല, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് സിമ്പതി കാണിച്ചിട്ട് നമ്മളൊരു കാര്യത്തെ കുറിച്ച് പറയാ. എന്നിട്ട് നമ്മൾ അതിനെ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോ. ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിളിനേക്കാൾ ദ ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് പൊതുവെ ചോദിക്കുമ്പോൾ എക്സാമിന് ചോദിച്ച എക്സാമ്പിൾ തന്നെ പറയാം. ഇത് അയാൾ ഭയങ്കര എക്കണോമിക്കലി ഭയങ്കര പാവാണ്, ഒരു ദിവസക്കൂലിക്ക് പോലും കയ്യിൽ പൈസ ഇല്ലാത്തൊരു മനുഷ്യനാണ്. അയാൾക്ക് മന്ത്രിയാവാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. അത് അപ്പീൽ ടു പിറ്റി ആണ്. കാരണം അയാൾ പാവായതുകൊണ്ട് അയാൾ അഴിമതി കാണിക്കൂല, അയാൾക്ക് താഴെക്കടയുള്ള മനുഷ്യന്മാരുടെ എന്തൊക്കെ അറിയാം എന്നുള്ളൊരു സിമ്പത്തറ്റിക് സാധനം വർക്ക് ചെയ്തിട്ട് അയാൾക്ക് മന്ത്രിയാവാൻ യോഗ്യത ഉണ്ട് എന്ന് പറയാം. ചിലപ്പോൾ അയാൾക്ക് മന്ത്രിയാവാനുള്ള യോഗ്യത എന്നുള്ളതിലപ്പുറത്തേക്ക് അയാൾക്ക് ചിലപ്പം അതിന്റെ കാര്യങ്ങളൊന്നും അറിയണ്ടാവില്ല, എങ്ങനെ ഭരണം നടത്തണം എന്നൊന്നും അറിയുന്ന ഒരു മനുഷ്യനായിരിക്കും. അതൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. അതൊന്നും ആലോചിക്കാൻ നമ്മൾ പറയണം അയാൾ മന്ത്രി ആയിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് അപ്പീൽ ടു പിറ്റി, ആഡ് മിസറിക്കോഡിയം. ഒരാളുടെ ഒരു പിറ്റിഫുൾ കണ്ടീഷനെ സിമ്പതി ആക്കി എടുത്തുകൊണ്ട് നമ്മൾ പറയുന്ന കൺക്ലൂഷൻ, നമ്മൾ ഉണ്ടാക്കുന്ന ഒപ്പീനിയൻ തെറ്റായി പോവാ. ഓക്കെ, ഇനി അടുത്ത അപ്പീൽ ടു ഫോഴ്സ് അല്ലെങ്കിൽ ആഡ് ബക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫോഴ്സ് കാണിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പിടിച്ചോണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അപ്പീൽ ടു ഫോഴ്സ്. ഒരു ഫോഴ്സ്ഫുള്ളി നമ്മളെ ഒരാള്
നിർബന്ധിപ്പിച്ച് ഫോൾസ് കൺക്ലൂഷൻ പറയിപ്പിക്കുക എന്ന് പറയുന്ന സാധനമാണ് എന്ത്, അപ്പീൽ ടു ഫോഴ്സ്. ഇഫ് യു ഡോണ്ട് അഗ്രി വിത്ത് ദിസ് പോളിസി വിൽ ലോസ് യുവർ ജോബ്. ഞങ്ങളുടെ ഈ പോളിസി നിങ്ങൾ അംഗീകരിച്ചില്ല, നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നു പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോഴ്സ്ഫുള്ളി ഡൂയിങ് സംതിങ് ആണ്. ഓക്കെ, അത് ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ പറയുന്ന കൺക്ലൂഷൻ ഒക്കെ നമ്മൾ ആ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പിടിച്ചു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന കാര്യങ്ങളായിരിക്കും. ദാറ്റ് കൺക്ലൂഷൻ വിൽ ബി റോങ്. അത്തരം കേസുകളെയാണ് അപ്പീൽ ടു ഫോഴ്സ് എന്ന് പറയാം. ഈ അപ്പീൽ ടു ഫോഴ്സും ആഡ് ഹോമിനവും അപ്പീൽ ടു പിറ്റിയും ഒക്കെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് ഇഷ്ടംപോലെ കണ്ടെത്താൻ പറ്റും ഒരു ചാനൽ ചർച്ച കേട്ടാല്. ഇനി അടുത്തത് സ്ട്രോമാൻ ഫാലസി ആണ്. സ്ട്രോ എന്ന് പറഞ്ഞാൽ വൈക്കോല് എന്നുള്ള അർത്ഥത്തിൽ എടുക്കട്ടോ. സ്ട്രോ മാൻ ഫാലസി പറഞ്ഞൊരു വൈക്കോലിന്റെ വില പോലും ഇല്ലാണ്ടാക്കുക എന്ന് പറയില്ല. ചില സാധനങ്ങളൊക്കെ അല്ലേ നമ്മളെ നിലവിലെ പൊളിറ്റിക്കൽ കണ്ടീഷനിലുള്ള ചില സാധനങ്ങൾ ആലോചിച്ചേക്കാം. അത്ര റെലവെന്റ് അല്ലാത്ത കുറെ സാധനങ്ങളുണ്ടാവും. അതിനിങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ റെലവെന്റ് ആയിരുന്ന ഒരു കാര്യത്തെ പറഞ്ഞു മനുഷ്യൻ ഒരു, അല്ലെങ്കിൽ വേണ്ട മറ്റേ ആണെന്നുണ്ട്, നമ്മൾ ചില ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഉണ്ടാവുമല്ലോ, ആ പാട്ടുകൾ ഇങ്ങനെ റീലിൽ ഇങ്ങനെ വന്ന് ആ പാട്ടിനോട് ഒരു ഇഷ്ടക്കേട് തോന്നല്ലോ. ദാറ്റ് ഇസ് സ്ട്രോ മാൻ ഫാലസി. പറഞ്ഞു ഒരു വിലയില്ലാണ്ടാക്കുക. ഒപ്പണന്റിന്റെ ആർഗ്യുമെന്റിന് ഒരു പുല്ല് വിലയായിട്ട് മാറുക, എക്സാജറേറ്റ് ചെയ്ത് മിസ്റെപ്രസെന്റ് ചെയ്ത് പറഞ്ഞ് ഒരു വിലയില്ലാണ്ടാക്കുക. ദാറ്റ് ഇസ് ആക്ച്വലി സ്ട്രോ മാൻ ഫാലസി എന്ന് പറയാം. ഓക്കെ, എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞ് പുല്ലുവില കൊടുക്കുക. ഇനി അടുത്താണ് റെഡ് ഹെറിംഗ് ഫാലസി. റെഡ് ഹെറിംഗ് ഫാലസി എന്ന് പറഞ്ഞാൽ ഒരു ഇറലവന്റ് ആയിട്ടൊരു ടോപ്പിക് ഇടയ്ക്ക് കയറ്റി സംസാരിക്കുക. നമ്മളിപ്പോ ലോജിക്കൽ റീസണിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യമില്ലാണ്ട്, ഒരു ഇന്റിമേഷൻ ഇല്ല ഞാൻ ടീച്ചിങ് പറയാ, ദാറ്റ് ഇസ് റെഡ് ഹെറിംഗ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാ, വേറൊരു ടോപ്പിക് മെയിൻ പോയിന്റിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്തിട്ട് വേറൊരു ടോപ്പിക് പറയാ എന്ന് പറയുന്ന കേസാണ് എന്ത്, റെഡ് ഹെറിംഗ് ഫാലസി. പലപ്പോഴും ചാനൽ ചർച്ചകളിലൊക്കെ നമ്മൾ കാണാറുള്ള സാധനം, ചോദിക്കണേനായിരിക്കും തിരിച്ചിങ്ങോട്ട് ഉത്തരം കിട്ടുക. ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും വേറെ സാധനം എടുത്തിടും എന്ന് പറയുന്ന സാധനമാണ് എന്ത്, ഈ റെഡ് ഹെറിംഗ് ഫാലസി. ഇനി അടുത്താണ് ജനറ്റിക് ഫാലസി. ജനറ്റിക് ഫാലസി പറഞ്ഞാൽ ജനറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ ബ്ലെയിം ചെയ്ത് പറയാന്ന് പറയും. ഇപ്പൊ സപ്പോസ് മുമ്പ് ചോദിച്ചൊരു ചോദ്യം പറയാം, ആ ഫോണ് ചൈനേന്റെ ഫോണാണ്, ആണെങ്കിൽ അത് മോശം ഫോൺ ആയിരിക്കും എന്ന് പറയുന്ന സാധനം. ഇത് ചൈനീസ് ഒറിജിൻ ആയിട്ടുള്ള മെയ്ഡ് ഇൻ ചൈന ആണെങ്കിൽ അതൊക്കെ വേഗം കേടുന്നു പോകുന്ന സാധനമാണ് നമ്മൾക്കുള്ള ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഒരു വ്യൂ പോയിന്റ്. അത് എല്ലാ പ്രോഡക്റ്റിനും അപ്ലിക്കബിൾ ആയിക്കോണമെന്നില്ല. ചില പ്രോഡക്റ്റ് ഒക്കെ നല്ലതായിരിക്കും, ഓക്കെ, പക്ഷെ എന്നാലും നമ്മൾ അതിന്റെ ഒറിജിൻ കൺട്രിയെ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ചൈന എന്നുള്ള സാധനത്തിനെ വെച്ചുകൊണ്ട് അതിനെ മൊത്തത്തിൽ ബ്ലെയിം ചെയ്ത് പറയാവുന്നതാണ് ജനറ്റിക് ഫാലസി. അല്ലെങ്കിൽ ഒരു കള്ളന്റെ മകന്, അയാളെ വിശ്വസിക്കാൻ പറ്റിയ കള്ളന്റെ മോനാണ് എന്ന് പറയുമ്പോൾ അയാൾക്ക് അച്ഛന്റെ ഒരു സ്വഭാവം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. സോ ദാറ്റ് ഈസ് ജനറ്റിക് ഫാലസി. ഒറിജിൻ അല്ലെങ്കിൽ സോഴ്സിന്റെ മെറിറ്റ്സോ ഡീമെറിറ്റ്സോ വെച്ചിട്ട് നമ്മളൊരു ജനറലൈസ്ഡ് ജഡ്ജ്മെന്റ് നടത്തിയിട്ട് ആ ജഡ്ജ്മെന്റ് തെറ്റിപ്പോകുമ്പോൾ അതിനെ പറയുന്ന പേരാണെന്ത്, ജനറ്റിക് ഫാലസി. ഇത്രയും സാധനങ്ങൾ എവിടെ വരുന്നതാണ്, ഫാലസി ഓഫ് റെലവൻസിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ്റെ അകത്ത് നമ്മൾ മറ്റേ 3 എടുത്തത്. ഇനി ഈ ഫോൾസ് കോസ് ഫാലസിയിലാണോ ഇപ്പൊ ഈ ചൈനന്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് പറയുന്നത്? അതെ, ഒറിജിനെ ബ്ലെയിം ചെയ്ത് പറയാം. അടുത്ത ഫോൾസ് കോസ് ഫാലസി ആണ്. ഫോൾസ് കോസ് ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റായ കാരണം പറയാ എന്നുള്ള സാധനമാണ്. അതായത് ഇന്ന് എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല, ഇന്ന് ബുധനാഴ്ചയാണ്, ഇന്ന് എനിക്ക് പഠിക്കാൻ പറ്റൂല, ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഒരു ബന്ധമില്ലാത്തൊരു സാധനം പറയാ. ഇതിനെയാണ് എന്ത്, ഫോൾസ് കോസ് ഫാലസി എന്ന് പറയാറുള്ളത്. അത് റീസെന്റ് ആയിട്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ചോദിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു ഫാലസിയാണ് ഫോൾസ് കോസ്. ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു കാരണം പറയാ, ദാറ്റ് വിൽ ബി ഒരു മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് പറയുന്ന കേസ്. പക്ഷെ അത് എന്തിൽ വരൂല, ഫാലസി ഓഫ് റിലവൻസിൽ വരൂല. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, the last question for the set. ഇത് പലവട്ടം ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്തടിച്ച ചോദ്യം കേട്ടോ. ഇൻ എ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ ദ സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ് ആർ കണക്റ്റഡ് ബൈ ഡാഷ്. ഒരു കാറ്റഗോറിക്കൽ പ്രപ്പോസിഷനിൽ അതിന്റെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലിങ്കിനെ വാട്ട് വി കൻ കോൾ. 3 പറയുന്നു, 2 പറയുന്നു, അഗെയിൻ 2 പറയുന്നു, 4 പറയുന്നു. എ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എയും കൂടി ഇനി പറയാനുള്ളൂ. എ പറയണമെന്ന് തോന്നുന്ന ആരെങ്കിലും? ഓക്കെ, നോക്കാം. നമുക്ക് മൾട്ടി കളേർഡ് ആൻസേഴ്സ് ആണ്. ഓക്കെ, നമ്മള് സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് എന്താന്നുള്ളത് ആദ്യം പറയാം. ഓക്കെ, നമ്മളിപ്പോ ഒരു കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ എന്ന് പറയുമ്പോൾ അതൊരു ഓൾ ടൈപ്പ് സെന്റൻസ് ആവാം, അതൊരു സം ടൈപ്പ് സെന്റൻസ് ആവാം, അതൊരു നോട്ട് ടൈപ്പ് സെന്റൻസ് ആവാം, അതൊരു സം നോട്ട് ടൈപ്പ് സെന്റൻസും ആവാം. ഓക്കെ, അപ്പൊ ഓൾ ടൈപ്പ് സെന്റൻസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഓൾ അല്ലെ, ഓൾ കാറ്റ്സ് ആർ റാറ്റ് എന്ന് എഴുതാം. സം സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലോ സം കാറ്റ്സ് ആർ അല്ലെ, സം കാറ്റ്സ് ആർ
റാറ്റ്സ് എന്ന് എഴുതാം. എക്സാമ്പിൾ ആട്ടോ, ജസ്റ്റ് ഒരു സെന്റൻസ് മേക്ക് ചെയ്തെന്നുള്ളൂ. നോ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നോ കാറ്റ്സ് ആർ, നോ മൂഡിലുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെ, നോ കാറ്റ്സ് ആർ റാറ്റ്സ് എന്ന് പറയാം. സം നോട്ട് ആണെങ്കിൽ സം കാറ്റ്സ് ആർ നോട്ട് റാറ്റ്സ് എന്ന് എഴുതാം. അപ്പൊ ഇതിനെയാണ് കാറ്റഗോറിക്കൽ പ്രിപ്പോസിഷന്റെ ടൈപ്സ് ഓഫ് സെന്റൻസ് എന്ന് പറയാം. ഓൾ ടൈപ്പ് സെന്റൻസ്, സം ടൈപ്പ് സെന്റൻസ്, നോ ടൈപ്പ് സെന്റൻസ്, സം നോട്ട് ടൈപ്പ് സെന്റൻസ്. ഇതിൽ സബ്ജക്റ്റും പ്രിഡിക്കേറ്റും നമ്മൾ ലോജിക്കൽ റീസണിംഗിൽ പഠിക്കുന്ന സാധനമല്ല കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിന്റെ സാറ് 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ ഗ്രാമർ പഠിപ്പിച്ചു തുടങ്ങുന്ന സമയത്ത് നല്ല സാറാണെങ്കിൽ ആദ്യം പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടാവുക മക്കളെ ഇതാണ് സബ്ജക്ട്, ഇതാണ് പ്രിഡിക്കേറ്റ് എന്നായിരിക്കും. ഓക്കെ, അതായത് ഒരു ഇംഗ്ലീഷ് സെന്റൻസ് എടുക്കുമ്പോൾ അതിന്റെ സബ്ജക്റ്റ് പോർഷനിലുള്ള ആളെ നമ്മൾ സബ്ജക്റ്റ് എന്നും, സബ്ജക്റ്റ് കഴിഞ്ഞ് വരുന്ന വെർബിനെയും ഒബ്ജക്റ്റിനെയും അഡ്ജക്റ്റീവിന്റെയും ഒക്കെ വരുന്ന ബാക്കിയുള്ള നീളത്തിലുള്ള കഷ്ണം ഉണ്ടല്ലോ അതിനെ മൊത്തം പറയുന്ന പേരാണ് പ്രെഡിക്കേറ്റ്. ഇതേ സാധനം തന്നെയാണ് ഇവിടെയും വരുന്നത് കേട്ടോ. ഓക്കെ, ഇംഗ്ലീഷിൽ ഗ്രാമർ പഠിക്കുമ്പോൾ എന്തിനെയാണോ നമ്മൾ സബ്ജക്ട് എന്ന് വിളിച്ചത് ഇവിടെയും അത് തന്നെയാണ് സബ്ജക്ട്. ഇവിടെ പക്ഷെ അങ്ങനെ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചിന്തിക്കണ്ട. കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷനിലേക്ക് വരുമ്പം ആദ്യത്തെ കഷ്ണം സബ്ജക്റ്റും രണ്ടാമത്തെ കഷ്ണം പ്രെഡിക്കേറ്റ് എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അതായത് എല്ലാ സെന്റൻസിലെയും ആദ്യത്തെ കഷ്ണം സബ്ജക്റ്റ്, ഇവിടെയൊക്കെ ആദ്യത്തെ കഷ്ണം കാറ്റാണ് സബ്ജക്റ്റ്, രണ്ടാമത്തെ കഷ്ണം ആണ് എന്ത് പ്രെഡിക്കേറ്റ്. ഇവിടെ എല്ലാത്തിലും റാറ്റ് ആണ് രണ്ടാമത്തെ കഷ്ണം, ദാറ്റ് ഇസ് പ്രെഡിക്കേറ്റ്. ഈ സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിങ്കിങ് ഒരു വെർബ് ഉണ്ട് ഇവിടെ, ദാറ്റ് ഇസ് ആർ. ഇതിനെ പറയുന്ന പേരാണ് കോപ്പുല എന്ന് പറയും. ഓക്കെ, ഇവിടെ ആർ നോട്ട് വരും അല്ലെ. ഓക്കെ, സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും 2 parts ഓഫ് നോമിനൽ സെന്റൻസ്. യെസ്, വെരി ഗുഡ്. 2 സാധനങ്ങളെ സബ്ജക്റ്റിന്റെയും പ്രെഡിക്കേറ്റിനെയും ഇടയ്ക്ക് അതിനെ കണക്ട് ചെയ്ത് വരുന്ന വേർബുകൾ, അത് ഈസാവാം, ആറാവാം, വാസാവാം, വേറാവാം, വട്ടവൃട്ടി, ദാറ്റ് ലിങ്കിങ് വേർഡ്സ് ആർ നോൺ ആസ് കോപ്പുല. അത് ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മൾ കോപ്പുല എന്ന് തന്നെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഇവിടെ ലോജിക്കൽ റീസണിംഗിൽ അതിനെ പറയുന്ന പേര് കോപ്പുല എന്നാണ്. അത് പലവട്ടം സെയിം ക്വസ്റ്റ്യൻ വിത്ത് സെയിം ഓപ്ഷൻ റിപ്പീറ്റ് ചെയ്തൊരു സാധനമാണ്. ഓക്കെ, ഫാലസി അല്ല നമുക്കറിയാം, കാരണം ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കൽ എറേഴ്സിനെയാണ് ഇല്ലോജിക്കൽ ആയിട്ടുള്ള സാധനങ്ങളെ ഫാലസി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ അല്ല എന്നുള്ളത് നമുക്ക് നമ്മുടെ കോമൺ സെൻസിൽ തന്നെ മനസ്സിലാക്കാം. മൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂഡ് ആൻഡ് ഫിഗർ കണ്ടുപിടിക്കാൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. മൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് സെന്റൻസ് എന്നുള്ളതാ. ഈ സെന്റൻസ് ഓൾ മൂഡിലുള്ളതാണ്, ഇത് സം മൂഡാണ്, ഇത് നോ മൂഡാണ്, ഇത് സം നോട്ട് മൂഡാണ്. അപ്പൊ അതല്ല, സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും കണക്ട് ചെയ്യുന്നത് ഇതല്ലല്ലോ, നടുക്കുള്ള ലിങ്കിങ് വെർബാണ്, ദാറ്റ് ഇസ് കോപ്പുല എന്ന് പറയും. ഓക്കെ, ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. കുറച്ചും കൂടി വൃത്തിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈസോ ആറോ ഈസ് നോട്ടോ ഒക്കെ അതിനൊരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി, സബ്ജക്ട് പ്രെഡിക്കേറ്റ് കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്തും അതിനെ നമുക്ക് കോപ്പുല എന്ന് പറയാം. പിന്നെ ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഓളും സമ്മും സം നോട്ടിനെയും ഒക്കെ നമ്മൾ പറയുന്ന പേരാണ് ക്വാണ്ടിഫയർ എന്ന് പറയും. ഓക്കെ, ക്വാണ്ടിഫയർ. അപ്പൊ ഈ ക്വാണ്ടിഫയറും എന്താ പറയാ, ഇങ്ങനെയാണ് ശരിക്കും ലോജിക്കൽ റീസണിങ്ങിന്റെ ഒരു സെന്റൻസ് ഉണ്ടാവുക. ക്വാണ്ടിഫയർ ആദ്യം ഉണ്ടാവും, അത് കഴിഞ്ഞ് സബ്ജക്ട് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് അതിനെ പ്രെഡിക്കേറ്റുമായിട്ട് കണക്ട് ചെയ്യാനുള്ള കോപ്പുല ഉണ്ടാവും, പിന്നെ പ്രെഡിക്കേറ്റ് ഉണ്ടാവും. ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് എ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്. കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷനിലെ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ലീനിയാരിറ്റി എന്ന് പറഞ്ഞത്. ക്വാണ്ടിഫയർ ആദ്യം, ക്വാണ്ടിഫയർ ഓൾ ആവാം, ക്വാണ്ടിഫയർ ഓള് ഏതോ, അതായത് അത് എന്താണ്, അത് അതിന്റെ മൂഡ് എന്താണ് എന്ന് പറയുന്നത് ക്വാണ്ടിഫൈ ചെയ്യുന്നത്. ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാം, സം എന്ന് പറഞ്ഞാൽ കുറച്ച്, ദാറ്റ് ഇസ് ക്വാണ്ടിഫിക്കേഷൻ. ക്വാണ്ടിഫയർ, സബ്ജക്റ്റ്, കോപ്പുല, പ്രെഡിക്കേറ്റ്, അങ്ങനെ തന്നെ ആലോചിച്ചാൽ മതി. ഇറ്റ്സ് എ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അത്രയാണ്. അടുത്ത സെറ്റിൽ നമ്മൾ കുറച്ചും കൂടിയൊക്കെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്, എൽസ് വി ക്യാൻ വൈൻഡ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞത് സവികൽപകന്റെ സ്ലൈഡോ അവിടെ ഒന്ന് കാണിക്കാൻ പറ്റും? സവികൽപക ഇവിടെയല്ലേ നമ്മള് സവികൽപക പറഞ്ഞിട്ടുണ്ടായിരുന്നേ? അല്ല, ഇതിന്റെ മുന്നത്തേല്. അതിൽ ഒരു വ്യാപ്തി തന്നെ. പ്രതിപകയാ? സത്പ്രതിപക. ഈ നോട്ട്സ് ഒന്ന് ഷെയർ ചെയ്യൂലേ? നോട്ട്സ് ഞാൻ ക്രാഷിന്റെ ഗ്രൂപ്പിൽ ഞാനില്ല, ഞാൻ സാറിന് ഷെയർ ചെയ്ത് കൊടുക്കാം, സാറ് ഷെയർ ചെയ്ത് തരും. പിന്നെ സവികൽപകന്റെ ഔട്ടിയാണ് വ്യാപ്തിന്റെ ക്വസ്റ്റ്യൻ. അതെ. ഇൻഡയറക്റ്റ് പെർസെപ്ഷൻ ആണ് സവികൽപക അല്ലെ? ഇൻഡയറക്റ്റ് നിർവികൽപക അല്ല, ഡയറക്റ്റ് ആണ് സവികൽപക. ഓക്കെ, അവിടെ നിർവികൽപക നിർവികാരമായത് ആലോചിച്ചാൽ മതി, ഓർമ്മ മാത്രമാണ് അവിടെ ഉള്ളത്. ഓക്കെ. എനിത്തിങ് എൽസ്?
വ്യാപയും വ്യാപകയും എന്തായിരുന്നു? വ്യാപ കാര്യം, വ്യാപക കാരണം. അല്ല ഇംഗ്ലീഷ് ടേം? വ്യാപക്കും വ്യാപകയ്ക്കും ഇംഗ്ലീഷ് ടേം ഇല്ല. കോസ് ആൻഡ് എഫക്റ്റ് അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. കോസ് ആൻഡ് റീസൺ. ഈ ഫാലസീസ് ഓഫ് റെലവൻസിൽ കുറേ ഇങ്ങനെ അധികം എണ്ണം കാണിക്കുന്നുണ്ട്. അതെന്താണ്? കുറെണ്ണം കാണിക്കുന്നുണ്ട്. നമ്മൾ പറയുമ്പം ഇതുവരെ ഓപ്ഷൻ ആയിട്ടും ഉത്തരമായിട്ടും വന്നതിന് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാത്തിലും ഫാലസി ഒക്കെ, ഓ ടു കോക്ക് ഫാലസിയും വാട്ട് അബൌട്ടറി ഫാലസി ഒക്കെ, ബാൻഡ് വാഗൺ ഫാലസി, ലാംബ്ലസ് ഫാലസി ഒക്കെ ഈ ഫാലസീസ് റെലവൻസ് അല്ല, അത് ഫാലസി റെലവൻസിലാണ്. ഇപ്പോ ആദ്യമൊക്കെ അതർ ഫാലസീസിൽ ഈ സംഗതിയൊക്കെ അല്ല. അത് നിങ്ങളിപ്പോ പറഞ്ഞ സാധനങ്ങൾ ഫാലസി ഓഫ് റീസണിലാണ് വരിക. ഫാലസി ഓഫ് റീസൺ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്, അതിനകത്താ വരിക. ഇതൊന്ന് മാം എന്നാല് ഒന്ന് ഇതാക്കി തരുമോ? ഓരോന്ന് അതിന്റെ ഒരു നോട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ? നോട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ ക്രാഷിലുള്ള ആളല്ലല്ലോ, അതിന് മുമ്പത്തെ ബാച്ചിൽ ഉണ്ടായിരുന്നില്ലേ? അന്ന് സിലബസ് നോട്ട് തന്നപ്പം അതിലുണ്ടത്. നമ്മൾ കാറ്റഗറി ആക്കിയിട്ടാ അന്ന് പഠിച്ചത്. അപ്പൊ ഇല്ല, ഈ ഫാലസീസ് ഒക്കെ ആദ്യത്തെ ഇതിലൊക്കെ സിലബസിലൊക്കെ അതറായിരുന്നു. പിന്നെ അതെന്താ വെച്ചാല് തുടക്കത്തിൽ ഫാലസീനെ സിലബസിലേക്ക് എടുത്തപ്പം ഫാലസീന്റെ ഡയറക്റ്റ് ഡെഫിനിഷൻ വെച്ചിട്ടായിരുന്നു ചോദ്യം ചോദിക്കാറുണ്ടായിരുന്നത്. പിന്നെ ഈ കോവിഡിന്റെ ശേഷം കുറെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നതിന് ശേഷം അവർ ചോദ്യത്തിന്റെ നാച്ചർ ഒന്ന് മാറ്റിയിട്ട് കാറ്റഗറിക്ക് അകത്ത് പെടുത്തി ചോദിക്കാൻ തുടങ്ങി. അതിനുശേഷം എല്ലാവരും സിലബസ് നോട്ടുകൾ എഡിറ്റ് ചെയ്തിട്ട് കാറ്റഗറിയെ സെറ്റ് ചെയ്ത് നോട്ടുകൾ ഉണ്ടാക്കി. അതാണ് ആ തുടക്കത്തിലുള്ള നോട്ടുകളും നിങ്ങൾ കാറ്റഗറി അങ്ങനെ സ്പെസിഫിക് ആയിട്ട് കാണാത്തത്. കാറ്റഗറി വെച്ചിട്ട് ചോദിക്കുന്നത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു ട്രെൻഡാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടൊരു സാധനം ചോദിച്ചിട്ട് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് വന്നിട്ട് ഇത് ഏത് ഫാലസിയാന്ന് ചോദിക്കലായിരുന്നു. ആ പരിപാടി അവർ നിർത്തിയിട്ടുണ്ട് കുറച്ചായിട്ട്. വളരെ അപൂർവമായി മാത്രമേ കോണ്ടെക്സ്റ്റ് വന്നിട്ട് ഫാലസി ഏതാന്ന് ചോദിക്കുന്നുള്ളൂ ഇപ്പൊ. അപ്പൊ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തത് തന്നെ ഉണ്ടാ ആ നോട്ടിലുണ്ടോ ഓരോന്നും? തുടക്കത്തിൽ എടുത്തതിന്റെ അകത്ത് കാറ്റഗറൈസേഷൻ ഉണ്ട്. ഫാലസി ഓഫ് പ്രിസംഷൻ, ഫാലസി ഓഫ് റീസൺ, ഫാലസി ഓഫ് ആംബിഗിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാറ്റഗറി ചെയ്തിട്ടാണ് നമ്മളന്ന് പഠിച്ചത്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.